ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ ബാൽക്കണിയിലെ കിളിക്കൂടാണ്. അതിനകത്തുനിന്ന് ഇപ്പം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇത് കൂടാണ് കണ്ടോ, ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്. ഇത് കരയുന്നുണ്ട്. കണ്ട കൂട്ടുകാരെ, ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ അവരുടെ അലപ്പങ്ങ് നിർത്തി. നല്ലോണം അലയ്ക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളുടെ സൗണ്ട് കേട്ടത് എല്ലാവരും നിശബ്ദരായി. ഇവിടെ അപ്പനും അമ്മയൊക്കെ തീറ്റ തേടി ഇറങ്ങിയത്. അവരൊക്കെ ഇനിയിപ്പോൾ വൈകിട്ട് വരും. അപ്പോൾ അതിൻ്റെ കരച്ചില്ല. ഇവിടെ എങ്ങനെയാണ്, കിളികളെല്ലാം രാവിലെ അങ്ങ് ഇറങ്ങിപ്പോവും. ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാണും, എന്തെങ്കിലും തീറ്റ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. എന്നിട്ട് വൈകിട്ടാകുമ്പം എല്ലാവരും വീട്ടിൽ കയറും. എന്തല്ലേ, കുഞ്ഞു കിളികളാണേ. നമ്മുടെ ഉള്ളംകൈയിലിരിക്കും, അത്രയേ ഉള്ളൂ എൻ്റെ സൈസ്. അങ്ങനത്തെ കിളികളാണ്. ഓരോരുത്തർ ഫാമിലിയായിട്ട് ഓരോ കൂടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കും. കുഞ്ഞുങ്ങൾ വളരുമ്പോൾ വേറെ കൂടുകൾ പണിയും. ഇത് കണ്ടോ, ഒരു പുതിയ കൂടുണ്ടാക്കിയിട്ട് വരുന്നത് ഇതുപോലെ. പിന്നെ അവരിവിടെ സേഫാണ്. അവരുടെ സേഫ്റ്റി ആദ്യം അവർ നോക്കും. അവർ സേഫ് ആണെങ്കിൽ മാത്രമേ കൂടുണ്ടാക്കത്തുള്ളൂ. ഇവിടെ ആണെങ്കിൽ പണ്ട് ഞങ്ങൾക്ക് ഗപ്പിയൊക്കെ ഉണ്ടായിരുന്നു, ഫിഷ്. അപ്പം ഒരു 5-6 ബക്കറ്റ്, വലിയ ബക്കറ്റിൽ, അതേ ഈ കാണുന്ന ബക്കറ്റിൽ ഞങ്ങൾ ഗപ്പി വളർത്തുമായിരുന്നേ. ഇതിൻ്റെ കൂട്ട് ഒരു 5-6 ബക്കറ്റ് ഉണ്ടായിരുന്നേ. അപ്പം ഈ മീൻ ഇതിനകത്ത് വന്നിരുന്ന ഈ മീനും കൊത്തും, വെള്ളം കുളിക്കും, വെള്ളം കുടിക്കും. അങ്ങനെ നല്ല രസമായിരുന്നു അന്ന് കിളികൾ. ഇപ്പം പിന്നെ മീനില്ല, അതുകൊണ്ട് പുറത്ത് തീറ്റ തേടി പോവും. പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ ഏറ്റവും താഴെ നിൽക്കുന്ന ഫ്രൂട്ട്സ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. മുള്ള് കാരണം അത് ഒരു തരത്തിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഇതുങ്ങൾ കഴിക്കും. പിന്നെ ദേ അങ്ങ് തോട്ടമാണ് കണ്ടോ, അങ്ങോട്ട് ആ തോട്ടത്ത് പോവും. എന്തെങ്കിലുമൊക്കെ പഴങ്ങളോ എന്തെങ്കിലും ധാന്യങ്ങളൊക്കെ കൊത്തിപ്പറക്കിയിട്ട് വരും. കണ്ടോ, തോട്ടം കണ്ടോ? ഈ തോട്ടത്തിനപ്പുറം കടലാണേ. അപ്പോൾ കൊത്തിപ്പറക്കിയിട്ട് വരും. വന്ന് അവർ സന്തോഷകരമായിട്ട് ജീവിക്കുക. കണ്ടോ, സൂപ്പറല്ലേ? അവരുടെ കരച്ചിൽ നിർത്തിയപ്പോൾ എന്തോ പോലെ പാവങ്ങൾ. എന്തായാലും കരയട്ടെ, ഇനി പോവുകയാണേ. ബൈ ബൈ.